കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊളുർത്താരോ, മധുരമായി പാടും മണിശംഖുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. ഒഴുകുന്ന താഴമ്പൂ മണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. ഒഴുകുന്ന താഴമ്പൂ മണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. ഒരു കുന്നുകൂടൊന്നിതാ, ഒരു കുന്നുകൂടൊന്നിതാ, മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരീ മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊളുർത്താരോ, മധുരമായി പാടും മണിശംഖുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിൻ്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ. തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിൻ്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ. ഒരു നാടൻ പാട്ടായിതാ, ഒരു നാടൻ പ്രേമത്തിൻ്റെ നിലയ്ക്കാത്ത പാട്ടായിതാ, കടൽ തിരയാടുന്നി തീമണലിൽ കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊളുർത്താരോ, മധുരമായി പാടും മണിശംഖുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കാതിൽ തേൻ മഴയായി ബദ്രി, എങ്ങനെയുണ്ടായടാ ചാലഞ്ച് റൗണ്ട്? ചാലഞ്ചിങ് തന്നെയായിരുന്നു. ആണോ? എന്താണ് ഈ റൗണ്ടിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? ആക്ച്വലി നല്ല റൗണ്ടാണ്. കാരണം ഒരു പ്രാക്ടീസ്, നമുക്ക് ശ്രുതി ഇല്ലാതെ പാടുമ്പോൾ ശ്രുതി ചേർത്ത്, അതായത് ഇപ്പോൾ എനിക്ക് മിക്കവരും പിച്ച് ഔട്ട് വരാറുണ്ട്, അപ്പോൾ സൗണ്ട് ചേഞ്ച് ആവുന്ന കാരണം കൊണ്ട്. അപ്പോൾ ഇതൊരു നല്ല റൗണ്ട് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കുറച്ച് ചാലഞ്ചിങ് തന്നെ. വിത്ത് ഓർക്കസ്ട്ര ഓർ വിത്തൗട്ട്? എല്ലാം ഏകദേശം കുഴപ്പമില്ലാണ്ട് തോന്നി. ഓക്കെ, ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശരത് സർ, എന്തൊരു ഉഗ്രം പാട്ടടാ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പിന്നെ നമുക്ക് സിനിമ തുമ്പോളി കടപ്പുറം. ലിറിക്സ് എഴുതിയ ONV കുറുപ്പ് സാർ, മ്യൂസിക് ചെയ്തത് സലീൽ ചൗധരി സാർ, പാടിയത് KJ യേശുദാസ് സാർ. ഇതിൽ കൂടുതൽ എന്ത് വേണം? അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ എല്ലാം ഇത് കേൾക്കേണ്ട കാര്യമില്ല. ഈ പാട്ട് ONV സാറാണെങ്കിലും സലിത, എനിക്ക് ഭീകര ഇഷ്ടമുള്ള ഒരു കമ്പോസറാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ സലിത നമ്മുടെ മലയാളത്തിന് വേണ്ടി ആകെ ഒരു ഒറ്റ പാട്ടേ കമ്പോസ് ചെയ്തിട്ടുള്ളൂ. അത് മാനസമൈന വരുവാണ്.
മറ്റുള്ള എല്ലാ പാട്ടുകളും അദ്ദേഹം വേറെ ലാംഗ്വേജസിൽ ചെയ്തത് ഇങ്ങോട്ട് എടുത്തതാണ്. ഈ മാനസമൈനെ വരൂ എന്നുള്ള പാട്ട് ആരാ പാടിയെന്നറിയാം? പാട്ടറിയാമോന്? അറിയാം. അത് മന്നാടെയാണ് പാടിയത്. അതിൻ്റെ ബംഗാളി പാട്ടുണ്ട്, അതാരാ പാടിയെന്നറിയാം? ദാസേട്ടൻ. അതാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി അങ്ങനെ ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും ഒരു കിടുക്കാച്ചി കുറേ പാട്ടുകൾ ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് സലിത. മോനൊരു എന്താ പറയണ്ടേ, നിൻ്റെ ഒരു ഇത് വെച്ച് മോൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ മോനെ ഈ ഇതിലുള്ള സംഗതികൾ ആ പാട്ടിനകത്ത് മതി, അത് മാത്രം മുഴച്ച് നിൽക്കണമെന്നില്ല. മോനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അത് മാത്രമായിട്ട് അടിച്ച അമ്മേ എന്ന് വിളിക്കുക, അത് വേണ്ട, അത് അതിനകത്ത് നിൽക്കട്ടെ, ആ പാട്ടിനകത്ത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ സുഖം. മോൻ നന്നായിട്ട് പാടി കേട്ടോ, ആ സംഗീതീസൊക്കെ നന്നായിട്ട് പാടി. പക്ഷെ അതിന് കുറച്ച് അത്രയ്ക്കൊരു ബലം വേണ്ടാണ്. അവൾ അതുവരെയുള്ള നീ പാടിക്കൊണ്ടുവന്ന ഒരു സ്വീറ്റായിട്ടുള്ള ഒരു സുഖമുണ്ടല്ലോ, അതും വേണ്ടത് ആ സംഗതികൾക്കും. അപ്പോൾ അതിനൊരു കുറേയും കൂടെ ഈസിയായിട്ട് പാടാനേ പറ്റത്തില്ല മോനെ, വലിയ പാടാണ്. വളരെ നല്ല പാട്ടുകാർ പോലും ഇത് പാടി സ്റ്റേജിലൊക്കെ കുളമാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എനിക്ക് ആകെ തോന്നിയത് ഈ പല്ലവിയുടെ എൻ്റെ ഒന്ന് പാടാമോ? കരൾ കുളിർത്താരോ മധുരമായി പാടും പാടും മണിശംഖുകളായി കാതി. ഇപ്പം നന്നായിട്ടുണ്ട് ശംഖ്. മറ്റേ ശംഖ് നിലത്ത് എറിഞ്ഞ് അങ്ങ് പൊട്ടിച്ചത് കേട്ടോ. അത് 2 തവണയും മോൻ അനുപല കഴിഞ്ഞ് വരുമ്പോഴും അത് ശരിയായിട്ടില്ല. ഇപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ആരാരോയും ചരണത്തിൽ ഒരു ചളങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം നന്നായിട്ട് പാടി. എൻ്റെ ഒരൊറ്റ അഡ്വൈസ് മോനുള്ളത്, സംഗതിയായിട്ട് പാടണ്ട, അത് ആ പാട്ടിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് മക്കൾ അതിനകത്ത് നിന്ന് തന്നെ പാടി. അപ്പം നമുക്ക് ഞെട്ടലുണ്ടാവത്തില്ല. അത് ഈ പാടി നമ്മളിപ്പോൾ ദാസേട്ടനുമായിട്ട് മക്കളെ കമ്പയർ ചെയ്യല്ല. അപ്പോൾ അത് എന്നാലും നമുക്കുള്ള റെഫറൻസ് ദാസേട്ടൻ പാടിയല്ലേ. അപ്പം ഞങ്ങൾക്കൊക്കെ എന്താണ്, കുഞ്ഞുങ്ങൾ നിങ്ങൾ വന്ന് പാടുമ്പോൾ കേൾക്കുന്ന ദാസേട്ടൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, റിയാലിറ്റി ഷോയിൽ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും അത് സന്തോഷമാകത്തില്ലേ? അതല്ലേ വേണ്ടത്. അപ്പോൾ 100,000 വട്ടം നമ്മളിപ്പോൾ ഞാൻ ദാസേട്ടനെ കണ്ടപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, കുറേ നേരം സംഗീതത്തിനെ പറ്റി മാത്രം. എനിക്ക് പക്ഷേ കുറേ ഇഷ്ടമായി മക്കൾ പാടിയത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ ഒരു പാട്ട് എടുത്ത് പാടിയതിനൊരു വലിയ കൈയടി. ഭംഗിയായി പാടി, ബ്യൂട്ടിഫുള്ളായി പാടി. വെരി വെരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വോയിസ് ആ ചേഞ്ച് ചെയ്യണ ആ സമയമാണ്, എന്നാലും അത് നല്ലൊരു നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ അവിടെ മതി കുറച്ചൊരു അബ്രപ്റ്റായി കട്ടായ മാതിരി ഒരു ആ സ്ഥലം മാത്രം തോന്നി. പിന്നെ അതൊക്കെ വെരി ബ്യൂട്ടിഫുൾ, സൂപ്പർബായി വന്നു. ഓരോ അത് 4-5 പ്രാവശ്യം വരും. അത് എല്ലാ ടൈം യു ആർ ഓൺ ഡോട്ട്. സൂപ്പർ. ശരത് പറഞ്ഞ മാതിരി വെരി വെരി ഡിഫിക്കൽട്ട് സോങ്. കേൾക്കുമ്പോൾ കുറച്ച് ഈസി ആയി തോന്നും, പക്ഷെ പാടി നോക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾക്ക് മനസ്സിലാവും. സോ മോൻ നന്നായി പാടി. ബദ്രി, നല്ല ഊഗ്രൻ സോങ് സെലക്ഷൻ. ഞാൻ ഒറ്റ കാര്യം എഴുതി വെച്ചിട്ട് stubborn plans എന്ന് മാത്രമേ എഴുതി വെച്ചുള്ളൂ. കാരണം ആ പ്ലാൻസിനൊക്കെ ഒരു കിട്ടുകിട്ട് ഫീൽ ചെയ്തു. ഒന്നും വേണ്ട, ഈ ഏറ്റവും എൻഡിൽ ചരണം കഴിഞ്ഞിട്ട് മധുരമായി പാടും, അത് അവിടെ തൊട്ടൊന്ന് പാടിയടാ. മധുരമായി പാടും മണി ഉണ്ടോ, അതിങ്ങനെ മുഴച്ച് നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ കൂടെ ഇപ്പം നേരത്തെ ശരത്തേട്ടൻ പാടുമ്പോൾ അതൊരു സംഗതി പോലെ ഫീൽ ചെയ്തല്ല, പാർട്ട് ഓഫ് ദ സോങ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇതിപ്പോൾ മൊത്തത്തിൽ ഈ പാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം, എടാ നീ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടേ. അത് ഒന്നാമത്തെ കാര്യം, അതവിടെ ഉണ്ട്, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് കേൾക്കുന്ന ഒരു പാട്ടായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇങ്ങനെ ഈ കുത്ത് വരുമ്പം പെട്ടെന്ന് നല്ല സ്മൂത്ത് റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ സ്പീഡ് ബ്രേക്കർ അറിയാതെ നമ്മൾ ഇടിച്ചു പോകില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ് പറഞ്ഞത്. ഇപ്പൊ അത് തൊട്ട് എൻ്റെ വരെ ഒന്ന് പാടിയേ. മധുരമായി പാടും മണിശംഖുകളായി കാതിൽ തേൻമഴയായി. അതൊക്കെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാം. കാരണം അപ്പോഴാണ് ഈ പാട്ടിനൊരു കംപ്ലീഷൻ വരത്തത്. ബാക്കി ഒരുപാട് സ്ഥലങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ബദ്രി പാടിയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഇനി ചോദിക്കാം ഷാനിക. 8.5. താങ്ക് യു ഷാനിക. ശരത് സർ 9 marks. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓക്കേ ഉണ്ണി സർ. ബദ്രി കുട്ടനതാ
താങ്ക് യു സർ. സോ ടോട്ടൽ 17.5 മാർക്ക്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.